സൂരജിനോട് സംസാരിക്കാൻ ഒരവസരം തരുമോ പ്ലീസ്? ഞാൻ കാല് പിടിക്കുകയാണ്. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു, സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒലിവിയ ഡിസൈൻസ് ആ വിഷയം കുറച്ചു നാളായിട്ട് സംസാരിക്കാറില്ല. പ്രധാനമായിട്ടും അതിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം വന്നൊരു വിഷയം എന്ന് പറയുന്നത് അതുൽ വ്ളോഗ്സ് എന്ന യൂട്യൂബർ, ആദ്യമേ ഒരു ശക്തമായി വിമർശിച്ചിരുന്ന ഒരു യൂട്യൂബർ പിന്നീട് കളം മാറി ചവിട്ടിയത് മാത്രമാണ് ഒരു പറയത്തക്ക സംഭവം ഉണ്ടായത്. അതിനുശേഷം ലേബർ കോർട്ട് വഴി അല്ലെങ്കിൽ ലേബർ ഓഫീസർ വഴി ഈ കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. മാത്രമല്ല ഒലിവിയ ഡിസൈൻസ് അവരുടെ യൂട്യൂബ് വ്ളോഗിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ ചർവണമാണ്. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വയം ന്യായീകരിക്കുക, ഞാൻ വലിയ ആളാണെന്ന് പറയുക, ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറയുക, കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സായിട്ട് വളർന്നു എന്നൊക്കെ പറയുക, തങ്ങളുടെ കൂടെ ജോലി ചെയ്ത കുട്ടികളെ വീഡിയോയും വോയിസ് നോട്ടൊക്കെ പുറത്തുവിട്ട് അവരെ അവഹേളിക്കുക, യൂട്യൂബർമാരെ വെല്ലുവിളിക്കുക, കർത്താവിൻ്റെ മുന്നിൽ പോയി സത്യം ചെയ്യുക, ബൈബിളിലടിച്ച് സത്യം ചെയ്യുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി കുറേ യൂട്യൂബർമാരുടെ ചാനലൊക്കെ സ്ട്രൈക്ക് ചെയ്ത് പൂട്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതല്ലാതെ ഒരു കാര്യമായ സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കത്തക്കതായി മറ്റൊന്നും കാണാതിരുന്നതുകൊണ്ടാണ് ഈ വിഷയം പിന്നീട് എടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെടുക്കാനുള്ള കാരണം ഒലിവിയ ഡിസൈൻസിൻ്റെ ഭാഗമായിട്ടുള്ള സിബി സൂരജ് പാലാക്കാരന് അയച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ട്, അത് സൂരജ് പാലാക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വോയിസ് നോട്ടാണ് പ്രതികരണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. എന്തായാലും അതിനു മുന്നേ മറ്റൊരു യൂട്യൂബർ പുറത്തുവിട്ട ഒരു വോയിസ് ക്ലിപ്പ്, ഇത് അച്ചു അവരുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് അയച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു വോയിസ് നോട്ടാണ്. എന്തായാലും അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. അച്ഛമ്മ നല്ല ഒന്നാം തരമായിട്ട് പ്രതികരിക്കും. അത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. ഇവിടുത്തെ ഒരു സ്റ്റാഫ് കാരണം അടൂർ പോലീസ് സ്റ്റേഷൻ ഞാൻ പോയി. ആ പോലീസ് സ്റ്റേഷൻ വിറപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. അവിടെ നിന്നൊരു ലേഡി കോൺസ്റ്റബിൾ പോലും മിണ്ടാതിരിക്കരുത് വന്ന് പറഞ്ഞില്ല. കൊടുക്കേണ്ട ഒരു പോലീസുകാരൻ്റെ മുഖത്ത് നോക്കി കൊടുത്തു. ഏത് പോലീസുകാരൻ്റെ മുഖത്ത് നോക്കി കൊടുത്തതെന്ന് അറിയാൻ പാടില്ല, ഏത് പോലീസ് സ്റ്റേഷനാണ് വിറപ്പിച്ചതെന്ന് അറിയാൻ പാടില്ല. നമ്മൾ ഊഹിക്കാവുന്നത് അടൂർ പോലീസ് സ്റ്റേഷനാണ്. കാരണം അടൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥാപനമാണ് ഈ ഒലിവിയ ഡിസൈൻസ്. അപ്പോൾ അവിടെയായിരിക്കാം ഈ വീരനാടകം അരങ്ങേറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ യൂട്യൂബർമാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡെമോയ്ക്ക് വേണ്ടി ഇവരുടെ ചാനലിൽ വരുമ്പോൾ ഈ കഥകളൊക്കെ പറയുന്നു, സ്വയം പൊക്കിയടിക്കുന്നു. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അച്ചു തളർന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്ന ആ കഥകളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതെന്തെങ്കിലും ആട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. എന്തായാലും പക്ഷേ അത്തരത്തിലുള്ള വീഡിയോ ഞാൻ പിന്നെ ഫീഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഞാൻ എല്ലാ ദിവസം രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന വഴിയിൽ ഒരു വളവെത്തുമ്പോഴേക്കും അവിടെ കുറച്ച് പട്ടികളുണ്ട്. ഈ പട്ടികൾ അതിലൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കുരച്ചോണ്ടിരിക്കും. ഇതിൽ ആരെങ്കിലും ഒരാൾ നിന്നൊന്ന് തറപ്പിച്ച് നോക്കിയാൽ അപ്പം തന്നെ വാല് മടക്കി ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. അവർ പിന്നെ നടന്ന് നീങ്ങുമ്പോൾ ഈ പട്ടി പിന്നെ കുറക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും ആരും പിന്നെ ഇവരെ മൈൻഡ് ചെയ്യാറില്ല. ഇവർ കുറച്ചുകൊണ്ടിരിക്കും, ആരും മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലിപ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഇനി പോലീസുകാർ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീരുമാനിക്കട്ടെ ഈ കാര്യത്തിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. നമ്മൾക്ക് സൂരജ് പാലാക്കാരനെ സിബി അയച്ച വോയിസ് നോട്ടൊന്ന് കേട്ട് നോക്കാം. 2 ദിവസം ഞാൻ നിങ്ങളായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇന്നലെ 1-2 പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടു. നിങ്ങൾ പറഞ്ഞല്ലോ പെമ്പിളയുടെ പ്രശ്നം പരിഹരിക്കാമെങ്കിൽ കുഴപ്പമില്ലെന്ന്. അതിനുവേണ്ടി ബന്ധപ്പെട്ട് എടുത്തില്ല. എൻ്റെ ഈ വോയിസ് ഒന്ന് കേട്ടിട്ട് ഒരു മനുഷ്യത്വ രീതിയിൽ എന്നോടൊന്ന് ഇടപെടും. എന്താ മുന്നേ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവോ? എന്താണ് ഈ സംഗതി മനുഷ്യത്വം എന്ന് പറയുന്നത്? നിങ്ങൾ കാണിച്ച കുറേ മനുഷ്യത്വങ്ങളുണ്ടേ. പാവപ്പെട്ട കുറച്ച് പെൺകുട്ടികളെ അവർക്ക് 50,000, 60,000, 20,000, 30,000 ഒക്കെ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് 1 രൂപ പോലും ബേസിക് സാലറി കൊടുക്കാതെ അവരുണ്ടാക്കിയ സെയിൽസിൻ്റെ കമ്മീഷൻ, അതിൽ നിന്നും പലതും പറഞ്ഞ് ഡിഡക്ഷൻസ് വാങ്ങി, ഡെപ്പോസിറ്റ്സ് വാങ്ങി, കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ വാങ്ങി, അവസാനം അവർ പിരിഞ്ഞു പോകുമ്പോൾ അത് തിരിച്ചു കൊടുക്കാതിരിക്കുക, മൊബൈൽ ഫോൺ പിടിച്ചു വെക്കുക, സിമ്മ് പിടിച്ചു വെക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണോ നിങ്ങളുടെ മനുഷ്യത്വം? സ്വന്തം കയ്യിലെ കാശിട്ട് ഫുഡ് മേടിച്ചു കൊടുത്തത് ആ വീഡിയോ പുറത്തുവിട്ട് അവിടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന കുട്ടികൾ അപമാനിക്കുക, അവരുടെ മാതാപിതാക്കളെ അപമാനിക്കുക, അവരുടെ മാതാപിതാക്കളെ വിളിച്ച ഫോൺ റെക്കോർഡിംഗ് പുറത്തുവിടുക. ഇതൊക്കെയാണ് നിങ്ങളുടെ മനുഷ്യത്വം? ആ കുട്ടികൾ നിങ്ങളുടെ സ്ഥാപനത്തിന് മുന്നിൽ വന്നു നിന്ന് അവരനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കെതിരെ കൂക്കി വിളിക്കുക. ഇതാണോ മനുഷ്യത്വം? കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, നാളെ മുതൽ നീ ഇവിടെ ഉണ്ടാവില്ല, നീ ഡെസ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തുക. നിങ്ങൾ ചെയ്യുന്ന സെയിൽസിലെ, നിങ്ങൾ ലാഭം മേടിക്കുന്ന സെയിൽസിനെ അതിൻ്റെ ഡെലിവറി ചാർജ്
ഈ പാവപ്പെട്ട കുട്ടികളുടെ കമ്മീഷനിൽ നിന്ന് പിടിക്കുക. ഇതൊക്കെയാണോ നിങ്ങൾ കാണുന്ന മനുഷ്യത്വം? ഈ ബൈബിളിലെ വാചകങ്ങൾ ഇടയ്ക്കിടത്ത് കോട്ട് ചെയ്ത് പ്രസംഗം നടത്തുന്നതോട് പറയുക. ബൈബിളിൽ വായിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളോട് ആളുകൾ മനുഷ്യത്വം കാണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യത്വം നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവണം. വേണ്ടേ? ബൈബിൾ മറ്റൊരു കഥയുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് വായിച്ചു വെക്കൂ. സക്കായി, അയാളുടെ കഥയൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാ. അവസാനം പുള്ളി പറയുന്നുണ്ട്, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അനധികൃതമായി ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നു. അത് കേട്ട് യേശു ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ സക്കേവൂസ് വീണ്ടും പറയുന്നു, അങ്ങനെ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് 4 ഇരട്ടിയായിട്ടൊക്കെ ഞാൻ മടക്കി കൊടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ മാത്രമാണ് യേശു ക്രിസ്തു പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ 4 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ആ കുട്ടികളിൽ നിന്ന് അനധികൃതമായി പിടിച്ചു വെച്ചിട്ടുള്ള, അനധികൃതമായി നിങ്ങൾ ആ കുട്ടികൾ ഉപയോഗിച്ച് സമ്പാദിച്ചിട്ടുള്ള പണം അതവർക്ക് തിരിച്ചു കൊടുക്കണം. നാട്ടിൽ നിലവിലുള്ള ബാങ്ക് പലിശയും ചേർത്ത് തിരിച്ചു കൊടുത്താൽ മതി, 4 ഇരട്ടിയൊന്നും കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കേ. അപ്പോഴാണ് ആൾക്കാർക്ക് നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങളോട് മനുഷ്യത്വം കാണിക്കണമെന്ന് ഒരു തോന്നലുണ്ടാവുന്നത്. ബാക്കിയായിട്ട് നോക്കാം. ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയുകയാണ്, നിങ്ങൾ എന്തു പറഞ്ഞാലും അതിനെ വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. ഇന്നലെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചല്ലോ. നിങ്ങൾ ആ എത്ര പിള്ളേർക്ക് എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മൊത്തം ഞാൻ പരിഹരിക്കാം. ആ പിള്ളേർക്ക് എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മൊത്തം ഞാൻ പരിഹരിക്കാം. ഇതല്ലേ ഡേ 1 മുതൽ ഈ യൂട്യൂബേഴ്സൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പറയില്ല, കാരണം യൂട്യൂബിന് പുറത്ത് മറ്റൊരു മീഡിയയും മറ്റൊരു സോഷ്യൽ മീഡിയയും ഈ വിഷയം സംസാരിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ യൂട്യൂബേഴ്സ് സംസാരിച്ചതൊക്കെ ഈ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കണം, അവർക്ക് നേരിട്ടുള്ള അനീതി പരിഹരിക്കപ്പെടണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവർക്കൊരു BMW മേടിച്ചു കൊടുക്കാനോ ഫെരാരി മേടിച്ചു കൊടുക്കാനോ അവർക്കൊരു ലക്ഷറി ബംഗ്ലാവ് മേടിച്ചു കൊടുക്കാനാണോ പറഞ്ഞത്? അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ തുക, ന്യായമായ തുക അവർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അത് അന്ന് ചെയ്താൽ പോരെ? എന്തിനാണ് ഇപ്പം വന്ന് കാലിട്ടടിക്കുന്ന, കാല വീണതൊക്കെ പറയുന്നത്? അതിന് പകരം നിങ്ങൾ ന്യായീകരിക്കാൻ ഇറങ്ങി. അവിടെ വെച്ച് നിർത്തിയോ? നിങ്ങളെ കൂടെ ജോലി ചെയ്ത കുട്ടികളുടെ വീഡിയോയും വോയിസ് ക്ലിപ്പും, മാതാപിതാക്കളോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പും ഒക്കെ പുറത്തുവിട്ട് അവരെ അപമാനിച്ചു. അതുകൊണ്ട് നിർത്തിയോ? പ്രതികരിക്കുന്നവരുടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? റിപ്പോർട്ട് ചെയ്ത് ചാനൽ അടച്ചു കൂട്ടിക്കുക, കുറേ ആൾക്കാരെയൊക്കെ നിങ്ങളെ വശത്താക്കാൻ നോക്കുക. കടൽ മച്ചാൻ, അയാൾ ഇതേവരെ പണ്ട് സൂരജ് പാലാക്കാനെ വിളിച്ച് അണ്ണാ എന്തൊക്കെയാ പറയണമെന്ന് പറഞ്ഞ് വിളിച്ചതാ. ഇപ്പോൾ സംഗതികളൊക്കെ ലിങ്കായി, എന്തിനാണ് അന്ന് കടൽ മച്ചാൻ വിളിച്ചതെന്ന്. പിന്നെ അതുൽ വ്ലോഗ് അവനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നിരുത്തി ഈ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് അവസാനം അവൻ കമ്മീഷൻ സ്ലിപ്പിൽ എഴുതിയിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ കാണിച്ചിട്ട് ആ സാലറി സ്ലിപ്പിൽ റെസിഗ്നേഷനെ കുറിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് ഇവർക്കൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് അത് സെറ്റിൽ ചെയ്യാൻ നോക്കിയതാണെന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? ആ പെൺകുട്ടികൾ പ്രശ്നം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രേഖകളുണ്ടല്ലോ, അവിടെ വർക്ക് ചെയ്ത കുട്ടികളുടെ രേഖകളില്ലേ, ഡീറ്റെയിൽസ് ഇല്ലേ? അവർക്ക് കൊടുക്കേണ്ട തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ തുക എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്താൽ പ്രശ്നം തീർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതേപോലെ വന്ന് ആരുടെയെങ്കിലും കാലിൽ കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഇവരുടെ മൊബൈൽ ഏതൊക്കെ മൊബൈലാണെന്നോ ഇവർക്ക് എത്ര ക്യാഷ് കൊടുക്കാണ്ടെന്നോ അതൊന്നും എനിക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്, ഇതൊന്നും അറിയത്തില്ല. അതുതന്നെയാണ് ഇത്രയും നാൾ ആളുകൾ പറഞ്ഞിരുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊന്നും സ്റ്റാൻഡേർഡ് പ്രോസസ്സേ ആയിരുന്നില്ല. ഒരാളുടെ എന്തെങ്കിലും വസ്തുക്കൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഓഫീസിൽ വെക്കേണ്ടതുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഫയലായിട്ട് സൂക്ഷിച്ചു വെക്കും. നാളെ എപ്പോൾ ആവശ്യപ്പെട്ടാലും എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഒരുത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികൾ, പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് ഫോൺ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫോൺ അവർക്ക് കൊടുത്ത് അവരുടെ നിന്ന് ആ പൈസ മേടിക്കും. 20,000 രൂപ നിങ്ങൾ കടമായിട്ട് കൊടുത്താൽ അതിനേക്കാൾ കൂടുതൽ പൈസയുടെ ബോണ്ട് എഴുതി വെച്ച് കൊടുക്കണം. സ്റ്റാൻഡേർഡ് പ്രോസസ്സ് അല്ല എന്ന് യൂട്യൂബേഴ്സ് പറഞ്ഞത് ഇപ്പം ശരിയാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പോലും അറിയില്ല എത്രയാണ്, എങ്ങനെയാണ്, ആരുടെ ഫോണാണ്, ഏതാണ് ആരുടെ സിമ്മാണ്, നിങ്ങൾക്കൊരു ധാരണയില്ല. അവർ വന്ന് ഇനി കണ്ടുപിടിച്ചിട്ട് വേണം. പിള്ളേരെ വിട്ടിട്ട് അവരിവിടെ വന്ന് അവരുടെ മൊബൈൽ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്ത് അവർ അക്കൗണ്ട് നോക്കി, അക്കൗണ്ടിൽ ഇരിക്കുന്ന ലേഡീസാണ്, അവർ അക്കൗണ്ട് നോക്കി ചെക്കും മേടിച്ചിട്ട് പോയി അവർ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങളെ വിളിക്കുന്നിടത്ത് വരാം,
നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തരികയും ചെയ്യാം. ഈ പിള്ളേരുടെ പ്രശ്നത്തിലല്ലേ നിങ്ങളുടെ ഇടപെട്ടത്, ആ പിള്ളേരുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാം. പിന്നീട് എനിക്കിത് ഒന്ന് നേരെ നിൽക്കുമ്പോൾ നിങ്ങൾ വിളിക്കുന്നിടത്ത് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ ഞാൻ ചെയ്തു തരികയും ചെയ്യാം. അപ്പോൾ ഇത് റിക്വസ്റ്റായി സ്വീകരിച്ചിട്ട് ഏത് പിള്ളേരെ വിടുന്നു വെച്ചാൽ അവരെ വിട്ടോളൂ. ഞാൻ അവിടെ കണക്കൊക്കെ ക്ലോസ് ചെയ്ത് ഏതാ അവരെ മൊബൈൽ വെച്ച് അത് സെലക്ട് ചെയ്ത് സിം ഏതാണെന്ന് വെച്ചാൽ അതും മേടിച്ച് അവർ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വരണ്ട, അവർക്ക് തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഇത് പരിഹരിക്കണമെന്ന് വേണ്ടി അവർ ഒപ്പിട്ട് കൊടുത്ത് പരിഹരിച്ചതിന് പോട്ടെ. അവർ വന്നെങ്കിലല്ലേ അവർ വന്ന് ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഈ കെയർ ഓഫിൽ അവർ വരട്ടെ, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരിഹരിച്ചെന്ന് പറഞ്ഞ് പോട്ടെ. ഇത് ആക്ച്വലി എന്തിനാണെന്ന് നിങ്ങൾ സൂരജ് വാലാക്കാരുടെ അടുത്ത് പറയുന്നത്? ഇപ്പം ലേബർ ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഫോണുകൾ, സിമ്മുകൾ കൊടുക്കാനുള്ള പൈസ അത് കണക്ക് കൂട്ടി അത് ചെക്കായിട്ട് ഇത് കൃത്യമായി കണക്ക് കാണിച്ച് ലേബർ ഓഫീസിൻ്റെ മുന്നിലേക്ക് ചെല്ലും. ആ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടിയെ വിളിക്ക് അവരുടെ മുമ്പിൽ സെറ്റിൽ ചെയ്താൽ പോരെ. ഞാനതാണ് ആദ്യം പറഞ്ഞത്. ഇതൊരു മാറ്റമാണോ അല്ലെങ്കിൽ പുതിയൊരു അടവാണോ എന്നൊരു സംശയമുണ്ടെന്ന്. പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. ലേബർ ഓഫീസിൽ പോയിട്ട് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ കൃത്യമായി കൊടുക്കാനുള്ള പൈസ കൊടുക്കുക, അവരുടെ പിടിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ, സിമ്മുകൾ, ഫോണുകളൊക്കെ തിരിച്ചു കൊടുക്കുക. അവർ പരാതി പിൻവലിക്കുന്നെങ്കിൽ പിൻവലിക്കട്ടെ. അതല്ല അതിനേക്കാൾ ഉയർന്ന സെറ്റിൽമെൻറ്റാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് കേസ് മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷെ അതിന് നിങ്ങളെന്തിനാണ് സൂരജ് വാലാക്കാരൻ ഒരു ഓഫർ വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് എനിക്കൊരു സംശയം വരുന്നത്. സൂരജ് വാലാക്കാരനല്ല കേട്ടോ, ഈ സിബിയെ പുള്ളി എന്തെങ്കിലും അടവ് മനസ്സിൽ കണ്ടിട്ടാണോ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അതിനുശേഷം സൂരജ് വാലാക്കാരനൊരു ഓഫറും ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കൂ, എവിടെയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം, അതിൻ്റെ ആവശ്യം തിരിക്കണം. കാരണം ഈ പറഞ്ഞ എല്ലാവരും ആവശ്യപ്പെട്ടത് ആ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ്. നിങ്ങൾ ആ പ്രശ്നം കുട്ടികളാരും പരിഹരിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇതിനകത്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അവിടെ വെച്ച് തീരും. അതിപ്പോൾ ഞാൻ പറയുന്നതല്ല, അത് സൂരജ് വാലാക്കാരൻ പറയുന്നത് കേൾക്കൂ. എന്നെ വിളിച്ച് വില പറയുന്നതിന് പകരം നീ ആ കുട്ടികളെ വിളിക്ക്, അവരുടെ വാക്കുകൾ കേൾക്ക്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണ്. നീ തീറ്റിപ്പോറ്റുന്ന നിന്റെ കാവൽ ജന്മങ്ങൾക്ക് ഒരു രാത്രിയും എല്ലായും പുല്ലായും വെള്ളമായും നീ എറിഞ്ഞു കൊടുക്കുന്ന പണം വേണ്ടല്ലോ സിബി ആ കുട്ടികൾക്ക് കൊടുക്കാൻ. ഈ വേഷം കെട്ടലും ഒരു നാൾ അഴിച്ചു മാറ്റേണ്ടി വരും സിബി. അതുകൊണ്ട് നീ ആ പെൺകുട്ടികളെ ഒന്ന് വിളിക്ക്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്ക്. അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പ് കൂടി ഉണ്ടല്ലോ നീ ഉടുത്തൊരുങ്ങി നടക്കുന്ന ഈ വേഷങ്ങളിലൊക്കെ സിബി. നീ അവരെ വിളിക്ക്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്ക് സിബി. അത് കഴിഞ്ഞ് നീ എന്നെ വിളിക്കാം. അവിടെ തീർന്നു, നീ എന്നെ വിളിക്കണ്ട. സൂരജ് വാലാക്കാരൻ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ അവരെ വിളിക്കൂ, അവരുടെ പ്രശ്നം പരിഹരിക്കൂ. ഇദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് എൻ്റെ ഫോണ് രണ്ടും പോലീസുകാരുടെ അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവരുടെ പ്രശ്നം പരിഹരിക്കൂ. ഇത്രയുള്ള കാര്യം. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് നിങ്ങളുടെ ഈ മാറ്റമെങ്കിൽ വളരെ നല്ല കാര്യം. ഈ വിഷയത്തിൽ ഇരകളായിട്ടുള്ള ആ പെൺകുട്ടികളെ വിളിക്കുക, അവർക്ക് കൊടുക്കാനുള്ള പണം ഒരു ധാർമ്മികതയുടെ പുറത്ത് അവർ ഇത്ര നാൾ ഓടി നടന്നതാണ്, അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കുക. അവർക്ക് ഈ പണം തിരിച്ചു കിട്ടാൻ, അവരുടെ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടാൻ അവരുടെ വശത്ത് ചിലവായ പൈസയുണ്ടല്ലോ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവർ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണെന്ന്. ആ പണവും കൊടുക്കാനായിട്ട് ധാർമ്മികമായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ മനുഷ്യത്വം വെച്ചിട്ട് നിങ്ങൾക്കൊരു കടമയുണ്ട്. അപ്പം അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സിബിയുടെ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ചില ചിന്തകൾ വന്നിട്ടുണ്ടാകാം. അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.